എല്ലാവർക്കും നമസ്കാരം. സൂര്യാംശു മീഡിയാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അഷ്ടദിക്കുകളും അതേപോലെ തന്നെ അതിനെ യോനികൾ കണക്കാക്കുന്ന രീതിയും എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ഇത് പറയാൻ കാരണം വാട്സപ്പ് വഴിയും അതേപോലെ ഫോൺ വഴിയും മെസ്സേജ് വഴിയൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ഈ യോനി അളവുകൾ എന്താണ്, അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ദിക്കിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദിക്ക് നമുക്കറിയാം, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അതോടൊപ്പം വാസ്തുശാസ്ത്രത്തിൽ അഷ്ടദിക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 4 കോൺ ദിക്കുകളും കൂടി അതിൽ ഉൾപ്പെടും. നമ്മളിപ്പോൾ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, അത് കൂടാതെ വടക്ക് കിഴക്ക്, അതേപോലെ തന്നെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, ഈ 4 കോൺ ദിക്കുകളും കൂടിയ 4 കോൺ ദിക്കുകൾ, അതായത് 4 വിദിക്കുകൾ എന്ന് പറയാം. ദിക്കല്ലാതെ നിൽക്കുന്നതിനാണ് വിദിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 4 വിദിക്കുകളും 4 ദിക്കുകളും ചേർന്നിട്ടുള്ളതാണ് അഷ്ടദിക്കുകൾ. ഈ അഷ്ടദിക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണക്ക് തയ്യാറാക്കി നമ്മുടെ വീടിനും അതേപോലെ തന്നെ എല്ലാ നിർമ്മിതികൾക്കും നൽകി വരുന്നത്. അതിലിപ്പോൾ പണ്ടൊക്കെ ചില കാര്യങ്ങൾക്ക് ഈ കോൺദിക്കുകളിൽ വരുന്ന കണക്കുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് കോൺദിക്കുകളിൽ വരുന്ന കണക്കുകളൊന്നും അങ്ങനെയുള്ള ഒരു സംഗതിക്ക് ഉപയോഗിക്കുന്നില്ല. അത്തരം കാര്യങ്ങളൊന്നും ഇന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാത്തത്. ഇപ്പോൾ അങ്ങനെ പറയുന്ന ചില റൂമുകൾക്കൊക്കെ അങ്ങനെയുള്ള കോൺദിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള റൂമുകളൊന്നും വീടുകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ്. അപ്പം അതിനനുസരിച്ച് അത്തരം ആവശ്യമില്ലാത്തത് കൊണ്ട് ആ സാധനങ്ങൾ ഉപയോഗിക്കാറുമില്ല. ഇപ്പം ഇന്ന് ഉപയോഗിച്ച് വരുന്നതൊന്ന് കിഴക്ക്, പടിഞ്ഞാറ്, അതായത് പിന്നെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ, കിഴക്ക് ഭാഗത്ത് വരുന്ന പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളാണെങ്കിൽ അതിന് കൊടുക്കുക ഈ ധ്വജയോനി അഥവാ ഏകയോനി എന്ന് പറയുന്ന കണക്കുകളിൽ വരുന്ന അളവുകളാണ് കൊടുക്കുക. അതിനിപ്പം വാസ്തുശാസ്ത്ര പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ 16 കോൽ 8 അങ്കുലം എന്ന് പറയുന്നത് ഏകയോനിയിൽ വരുന്നൊരു കണക്കാണ്, കോൽക്കണക്കിൽ പറയുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പറമ്പിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ധ്വജയോനി കണക്കുകളാണ് കൊടുക്കുക. ഇപ്പോൾ 56:8 എന്ന് പറഞ്ഞാൽ അത് ധ്വജയോനിയാണ്. 16:8 എന്ന് പറഞ്ഞാൽ 8:8 എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ധ്വജയോനി കണക്കുകളാണ്. അത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുണ്ടാക്കുന്ന വീടിന് കൊടുക്കാനുള്ള അളവുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിർമ്മിതിക്ക് കൊടുക്കാനുള്ള അളവുകളാണ്. പിന്നെ രണ്ടാമത്തെ അളവ് എന്ന് പറഞ്ഞാൽ ധൂമ്രയോനി, അത് സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. പിന്നെ ഒന്നാമത്തേൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കിഴക്ക് ഈ ധ്വജയോനി അളവുകൾ കൊടുക്കുന്ന അതിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത്, ദേവത എന്ന് പറയുന്നത് സൂര്യനാണ്. അതും കൂടി ഇവിടെ പറയാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന കണക്ക് തന്നെ തെക്ക് ദിക്കിൽ വരുന്ന വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പറമ്പിൻ്റെ തെക്ക് ദിക്കിൽ വീട് വരിക, അത് വടക്കോട്ട് ദർശനമായിട്ട് നിൽക്കുക, അതിന് സിംഹയോനി അഥവാ ത്രിയോനി എന്ന് പറയും. ആ സിംഹയോനിയിൽ വരുന്ന കണക്കുകളാണ് അതിന് കൊടുക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ഏകയോനിയിൽ വരുന്ന കണക്കും അതിന് സൂട്ടാവുന്നതാണ്, കൊടുക്കാറുണ്ട്. അത് വീടുകൾക്കൊക്കെ, ക്ഷേത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾക്ക് അത് ചെയ്യുന്ന അത്ര ഉചിതമൊന്നുമല്ല. ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതാത് ദിക്കിനനുസരിച്ചുള്ള യോനി അളവുകൾ തന്നെ കൊടുക്കുകയാണ് നല്ലത്. പരമാവധി മറ്റുള്ളത് ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് കുക്കുരയോനി എന്ന് പറയും. അതിൻ്റെ ദേവത രാഹുവാണ്. ഞാൻ ആദ്യം പറഞ്ഞ സിംഹയോനീൻ്റെ ദേവത കുജനാണ്. കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ. പിന്നെ കുക്കുരയോനി അത് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറ്, നമ്മൾ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്ന അവിടുത്തെ ദേവതയാണ് രാഹു. അവിടുത്തെ കുക്കുരയോനി ആ കണക്ക് ഒരു സ്ഥാപനങ്ങൾക്കും കൊടുക്കാറില്ല, ഒന്നിനും കൊടുക്കാറില്ല. സാധാരണ ഇന്നത്തെ കാലത്ത് കേട്ടോ, പണ്ടൊക്കെ പല സാധനത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന് കൊടുക്കാറില്ല. പിന്നെ അടുത്തത് വരുന്നത് പഞ്ചയോനി എന്ന് പറയും. നമ്മൾ പഞ്ചയോനി അഥവാ വൃഷഭയോനി എന്നൊക്കെ പറയും. അതാണ് പടിഞ്ഞാറ്. ഒരു പറമ്പിൻ്റെ പടിഞ്ഞാറ് ദിക്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ അത് പഞ്ചയോനി കണക്കിലാണ് കൊടുക്കുക. ഇപ്പോൾ പഞ്ചയോനി കണക്കിൽ കൊടുക്കാൻ പറ്റിയ കണക്ക് ഏതാണെന്ന് ചോദിച്ചാൽ 15 കോല് പഞ്ചയോനിയാണ്. ഇപ്പോൾ 20:8 എന്ന് പറഞ്ഞാൽ പഞ്ചയോനിയാണ്. അങ്ങനെ കണക്കുകളുണ്ട്. അപ്പോൾ ആ പഞ്ചയോനി അടിസ്ഥാനമാക്കിയുള്ള അളവുകളാണ് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടിന് കൊടുക്കുക. പക്ഷേ ഇവിടെ തമ്മിലൊരു ഈ കിഴക്കിനും പിന്നെ ഏകയോനിക്കും പഞ്ചയോനിക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഏകയോനി അളവിൽ വരുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള വീടുകൾക്ക് കൊടുക്കാനുള്ളതാണ്. വീടായാലും ക്ഷേത്രമായാലും എന്തായാലും. അതിനൊരു പ്രത്യേകത വെച്ചാൽ ആ ഏകയോനിയിൽപ്പെട്ട അളവുകൾ മാത്രമേ അതിന് സൂട്ടാവുള്ളൂ, വേറെ ഒരു അളവും പറ്റില്ല. അതേസമയം പഞ്ചയോനിയിൽ നമ്മൾ, അതായത് പറമ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു വീടുണ്ടാക്കി, ഒരു സ്ക്വയർ പ്ലോട്ട് പടിഞ്ഞാറ് ആണ് വിചാരിക്കുക, ഒരു പറമ്പാണിത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ്
ദിക്കിൽ കിഴക്കോട്ട് ദർശനമായിട്ടൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ അതിന് പഞ്ചയോനി കണക്ക് കൊടുക്കാം. അതേ സമയത്ത് ഈ ഏകയോനിയും ത്രിയോനിയും പഞ്ചയോനിയോടൊപ്പം ഈ സപ്തയോനിയും, അതായത് 7, 1, 3, 7 ഇതിന് പറ്റും കണക്ക്. അതേപോലെ തന്നെ അതും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ഷേത്രം പോലെ കാര്യങ്ങൾക്ക് അതത്ര യോജിച്ചതല്ല. വീടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ ഏകയോനിയോ ത്രിയോനിയോ അല്ലെങ്കിൽ പഞ്ചയോനി തന്നെയോ അല്ലെങ്കിൽ സപ്തയോനിയോ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതേപോലെ അടുത്ത അവിടെ പഞ്ചയോനിയുടെ ദേവത എന്ന് പറയുന്നത് ശനിയാണ്. അടുത്തത് വരുന്നത് ഖരയോനി എന്ന് പറയും. അതിൻ്റെ ദേവത ചന്ദ്രനാണ്. അത് കോൺ ദിക്കാണ്. ഈ അഷ്ടദിക്ക് എന്ന് പറയുന്നത് തന്നെ 4 ദിക്കുകളും 4 വിദിക്കുകളും ചേർന്നതാണ്. ഈ കോൺ ദിക്കിനാണ് വിദിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖരയോനിയിൽ വരുന്ന കണക്കുകളും ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. അത്തരം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള റൂമുകളോ കാര്യങ്ങളോ ഇന്നില്ലാത്തത് കൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് വടക്ക് ഭാഗത്ത്, അതായത് ഒരു പറമ്പിൻ്റെ, വലിയൊരു പറമ്പിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു പറമ്പ് എന്തെങ്കിലും ആട്ടെ, വലിയ പറമ്പിൻ്റെ വടക്ക് ഭാഗത്ത് നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ അത് തെക്കോട്ട് ദർശനമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് സപ്തയോനി കണക്കാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ദേവത എന്ന് പറയുന്നത് ബുധനാണ്. ആ സപ്തയോനി കണക്ക് കൊടുക്കുന്നിടത്ത് 2 ഓപ്ഷൻസും കൂടി ഉണ്ട്. ഈ ഏകയോനി എന്ന് പറയുന്ന കണക്കും ഇതിന് സ്യൂട്ടാവും, ഈ ത്രിയോനി എന്ന് പറയുന്ന കണക്കും ഇതിന് സ്യൂട്ടാവും. സപ്തയോനിയിൽ വരുന്ന സ്ഥാനത്ത്, അതായത് വടക്ക് ഭാഗത്ത് നമ്മളൊരു വീടുണ്ടാക്കുക, അതിന് തെക്കോട്ട് ദർശനം കൊടുക്കുക. തെക്കോട്ട് ദർശനമായിട്ടൊരു വീടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏകയോനി പറ്റും, സപ്തയോനി പറ്റും. അതിൻ്റെ ഏകയോനിയും സപ്തയോനി എന്ന് പറയുന്നത് അതിൻ്റെ യോനി തന്നെയാണ്. അതിനോടൊപ്പം ഏകയോനി പറ്റും, അതോടൊപ്പം ത്രിയോനിയും അവിടെ പറ്റും. പിന്നെ വരുന്നത് 8ാമത്തെ വിധിക്കിൽ വരുന്ന 8ാമത്തെ യോനിയാണ് വായസയോനി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഴമാണ് ദേവത. അപ്പം അതും ഒരു കണക്ക് നമ്മളിപ്പം സാധാരണ രീതിയിൽ കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. കാരണം അത്തരം കാര്യങ്ങൾക്കൊന്നും ഇപ്പം നമ്മൾ ഉപയോഗിച്ച് വരുന്ന വീടുകൾക്കോ അങ്ങനത്തെ സ്ഥാപനങ്ങൾക്കൊന്നും കണക്ക് പറ്റൂല. അപ്പം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പറമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ അതിന് ഏകയോനി കണക്ക് മാത്രമേ പറ്റൂ. ഏകയോനിയിൽ വരുന്ന അളവുകളുള്ള കണക്കുകൾ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ തെക്ക് ഭാഗത്തൊരു വീടുണ്ടാക്കി വടക്കോട്ട് ദർശനം കൊടുക്കുകയാണെങ്കിൽ അതിന് ത്രിയോനിയിലുള്ള കണക്കും ഈ ഏകയോനിയിലുള്ള കണക്കും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ദർശനമായിട്ടൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ ഏകയോനിയും ത്രിയോനിയും സപ്തയോനിയും ഈ പഞ്ചയോനിയോടൊപ്പം പറ്റും. പഞ്ചയോനി കണക്ക് തന്നെ വേണം നിർബന്ധമില്ല. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആദ്യം പറഞ്ഞു, ക്ഷേത്രം പോലുള്ള കാര്യങ്ങൾക്ക് ഈ യോനികൾ മാറി കണക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് ആചാര്യന്മാർ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. പല പുസ്തകങ്ങളിൽ അതിൻ്റെ സൂചനയുണ്ട്. പിന്നെ വരുന്നത് വടക്ക് ഭാഗത്ത്, ഒരു പറമ്പിൻ്റെ വടക്ക് ഭാഗത്ത് നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ പിന്നെ തെക്കോട്ടാണ് ദർശനമെങ്കിൽ അതിന് ഇപ്പം വടക്ക് ഭാഗത്ത് വീടുണ്ടാക്കി തെക്കോട്ടാണ് ദർശനമെങ്കിൽ അതിന് ഏകയോനി ഉപയോഗിക്കാം, ഏകയോനി ഉപയോഗിക്കാം, സപ്തയോനി ഉപയോഗിക്കാം, അതിൻ്റെ കൂട്ടത്തിലേക്ക് ത്രിയോനിയും ഉപയോഗിക്കാം. ഇതാണ് കണക്ക്. ഈ ഒരു സംഭവം ഇതിനെപ്പറ്റി അത്യാവശ്യം അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞതിൽ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ നല്ലതാണ്. അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ടിടാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ച് മെസ്സേജായിട്ട് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും കൂടുതലായിട്ട്. അപ്പോൾ നമുക്കറിയുന്ന വാസ്തുശാസ്ത്ര അറിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇത് സമയം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഉള്ള സമയം ഉണ്ടാക്കി ചെയ്തു വരുന്നതാണ്. അപ്പം നിങ്ങളുടെ ഒരു പ്രോത്സാഹനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോകൾ ഇനിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.